നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ ഇപ്പൊ കുറെ തെച്ചിപ്പൂവും തുളസിയൊക്കെ ആയിട്ട് എന്നല്ലേ, ഓണപ്പൂക്കൾ ഇടാനുള്ള തയ്യാറെടുപ്പാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അല്ല കേട്ടോ, നമ്മൾ പ്രകൃതിയുടെ സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രകൃതിയുടെ ബേബി സ്കിൻ കെയർ ഓയിലിൽ ചേർക്കുന്ന 2 ഘടകങ്ങളാണ് തെച്ചിപ്പൂവും തുളസിയും. തുളസിയുടെ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചർമ്മ സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തുളസി. അതുപോലെ തന്നെയാണ് തെച്ചിപ്പൂവും. തെച്ചിപ്പൂവ് പണ്ട് മുതൽക്കേ നമ്മുടെ അമ്മമാര് ഉള്ളിലേക്ക് കഴിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന കൂളുണ്ടാക്കുന്നതിലും ഒക്കെ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. തെച്ചിപ്പൂവിനും വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. പ്രകൃതിയുടെ ബേബി സ്കിൻ കെയർ ഓയിൽ ഓട്ടുരുളിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്, അതും വിറകടുപ്പില്. ഇതിനൊട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിക്കാന്, വരണ്ട ചർമ്മത്തിൽ നിന്ന് രക്ഷ നേടാൻ, സൂര്യാഘാതത്തിൽ നിന്നുള്ള സംരക്ഷണം, രോഗപ്രതിരോധം, മിനുസമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ബേബി സ്കിൻ കെയർ ഓയിൽ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ സമയത്ത് നീണ്ട പ്രോസസ്സിംഗ് ആണ് ഇത്. അതിൻ്റെതായ പാകത്തിലും പരുവത്തിലും ആവണമെങ്കിൽ കുറേ സമയം 2 ദിവസത്തോളം വേണ്ടി വരും തയ്യാറായി വരണമെങ്കിൽ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഇനിയും കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ബേബി സ്കിൻ കെയർ ഓയിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിറകടുപ്പിൽ അങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ തേച്ചുകുളിയിൽ മലയാളികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ അമ്മമാര് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ എണ്ണ കാച്ചിയിട്ടും ഒക്കെ തേച്ച് കുളിപ്പിക്കാറുണ്ട്. ഇപ്പൊ അധികം ആളുകൾക്കും അങ്ങനെ വീട്ടില് തയ്യാറാക്കാനുള്ള സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ ജോലി കൊണ്ടും മറ്റും സമയമില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രകൃതി നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം കുട്ടികൾക്കുള്ള സ്കിൻ കെയർ ഓയിലും തയ്യാറാക്കുന്നത്. അത് പണ്ട് മുതൽക്കേ നമ്മൾ ചെയ്തു വരുന്ന അതേ ഒരു പ്രക്രിയയിലാണ് നമ്മുടെ പ്രകൃതിയുടെ ബേബി സ്കിൻ കെയർ ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഒട്ടേറെ റിസൾട്ട് ദിനം പ്രതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ കെയർ ഓയിൽ എല്ലാ ടൈപ്പിലുള്ള സ്കിന്നിനും ഉപയോഗിക്കുക. യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിന്റെ ഉപയോഗ രീതി: കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ശരീരത്തിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത്രയും നല്ലതാണ്. നമ്മുടെ കയ്യിൽ കുട്ടികൾക്ക് കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേബി ബാത്ത് പൗഡറും ഉണ്ട്. റോസ് പെറ്റൽസ്, രാമച്ചം എന്നിങ്ങനെയുള്ള ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള ബാത്ത് പൗഡറും കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേബി രാസ്നാദി പ്രത്യേകം തയ്യാറാക്കിയതുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് തുളസിയാണ്. തുളസി 2 വിധത്തിലുള്ള തുളസി ഉണ്ട് കേട്ടോ. കൃഷ്ണ തുളസി, രാമതുളസി, 2 രീതിയിലുള്ള തുളസി നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊരു മരുന്നായിട്ടുണ്ടെങ്കിലും അതിൻ്റെ 2 രീതിയിലുള്ള കാര്യങ്ങൾ, കിയാർനെല്ലി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ 2 രീതിയിലുണ്ട്. ആണ് പെണ്ണ് പറഞ്ഞിട്ട് 2 രീതിയിലുള്ള മരുന്നുകളുണ്ട്. അത് 2ഉം കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മെഡിസിൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അത് 2 ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഫംഗസ് മാറാൻ, ശരീരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷനും ഒക്കെ മാറാൻ തുളസി സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ, കൊതുക് ഇതൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുകളും ഒക്കെ മാറാനൊക്കെ നമ്മുടെ തുളസി ഇതിൽ കൂട്ടുന്നതുകൊണ്ട് സഹായകമാവും. അതുപോലെ തന്നെ നമ്മുടെ ഓയിലിൽ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ്. നമ്മൾ പ്രത്യേകം ക്യാരറ്റ് ഓയിലാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിലെ സൗന്ദര്യത്തിന്, നിറം വർദ്ധിക്കാൻ, അതുപോലെ തന്നെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ ഇതിനൊക്കെ ക്യാരറ്റ് സഹായകമാവും. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ പ്രൊഡക്റ്റുകൾ ആമസോണിലും ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദി ഹൗസ് ഓഫ് പ്രകൃതി എന്ന ഇൻസ്റ്റാ പേജിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ പ്രകൃതിയുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.